കൊല്ലം പ്രാദേശികം വാർത്തകൾ ഇതുവരെ ഇന്ന് തീയതി 2025 ഡിസംബർ 2 ചൊവ്വാഴ്ച. സമയം 7 മണി കഴിഞ്ഞ് 15 വാർത്തകൾ തയ്യാറാക്കിയത് രജനീഷ് മൈനാഗപ്പള്ളി. സഞ്ചാർ സാധി ആപ്പ് പുതിയ മൊബൈലുകളിൽ നിർബന്ധമാക്കിയ കേന്ദ്ര സർക്കാർ നടപടിക്കെതിരെ പ്രതിപക്ഷം പ്രതിഷേധം ശക്തമാക്കി. സഞ്ചാർ സാധി ആപ്പ് വ്യക്തികളുടെ സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റമാണെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. ഇത് മൗലികാവകാശങ്ങളുടെ മേലുള്ള കടന്നുകയറ്റമാണെന്നും വിഷയം പാർലമെന്റിൽ ഉന്നയിക്കുമെന്നും AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP പ്രതികരിച്ചു. ബിഗ് ബ്രദറിന് എല്ലാം അറിയാനുള്ള നീക്കമാണിതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. പൗരന്റെ സ്വകാര്യതയ്ക്കുമേലുള്ള ഗൗരവകരമായ കടന്നുകയറ്റമാണിതെന്ന് ജോൺ ബ്രിട്ടാസ് MP പറഞ്ഞു. ഇന്ത്യ ഒരു നിരീക്ഷണ രാഷ്ട്രമായി മാറുകയാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. അതേസമയം പുതിയ ഫോണുകളിൽ സഞ്ചാർ സാധി നിർബന്ധമാക്കണമെന്ന കേന്ദ്ര സർക്കാർ നിർദ്ദേശത്തോട് സഹകരിക്കില്ലെന്ന് ആപ്പിൾ കമ്പനി വ്യക്തമാക്കി. iOS ഇക്കോസിസ്റ്റത്തിന്റെ സുരക്ഷയെ ബാധിക്കുമെന്നും ലോകത്ത് ഒരിടത്തും ഇത്തരം നിർദ്ദേശം കമ്പനി അംഗീകരിക്കാറില്ലെന്നതുമാണ് ആപ്പിളിന്റെ നിലപാട്. സഞ്ചാർ സാധി ആപ്പിൽ വ്യക്തത വരുത്തിക്കൊണ്ട് കേന്ദ്രമന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യ രംഗത്തെത്തി. ആപ്പ് വേണ്ടെങ്കിൽ ഉപഭോക്താക്കൾക്ക് ഡിലീറ്റ് ചെയ്യാമെന്നും സൈബർ സുരക്ഷ മുൻനിർത്തിയാണ് നടപടിയെന്നും ആപ്പിന്റെ കാര്യത്തിൽ ഒരു നിർബന്ധവുമില്ലെന്നും മന്ത്രി അറിയിച്ചു. രാഷ്ട്രീയ വാർത്തകൾ. വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ അടിയന്തര ചർച്ച വേണമെന്ന പ്രതിപക്ഷ ആവശ്യം പാർലമെന്റിൽ സർക്കാർ തള്ളി. രാജ്യസഭ പ്രതിപക്ഷ നേതാവ് മല്ലികാർജുൻ ഖർഗെ ചർച്ച ആവശ്യപ്പെട്ടെങ്കിലും ഉടൻ ചർച്ച നടത്താൻ കഴിയില്ലെന്ന് പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു അറിയിച്ചു. കാര്യോപദേശക സമിതി നിർദ്ദേശം പോലെ ചർച്ച നടക്കുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. KSRTC ഡ്രൈവറെ തടഞ്ഞ കേസിൽ നിന്ന് തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനെയും ഭർത്താവ് സച്ചിൻ ദേവ് MLAയെയും ഒഴിവാക്കി പോലീസ് കുറ്റപത്രം സമർപ്പിച്ചു. മേയറുടെ സഹോദരൻ അരവിന്ദ് മാത്രമാണ് കേസിൽ പ്രതി. കേസിൽ മേയറെ പ്രതി ചേർക്കണം എന്നാവശ്യപ്പെട്ട് ഡ്രൈവർ യേതു വീണ്ടും കോടതിയിൽ അപേക്ഷ നൽകിയിട്ടുണ്ട്. നിയമം, ക്രമസമാധാനം. ബലാത്സംഗ കേസിൽ നാളെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കാനിരിക്കെ അടച്ചിട്ട കോടതി മുറിയിൽ ഹർജി പരിഗണിക്കണമെന്നാവശ്യപ്പെട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ പുതിയ ഹർജി നൽകി. ബലാത്സംഗ കേസിൽ പ്രതിയായ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിച്ചത് തമിഴ്നാട് കർണാടക അതിർത്തിയായ ബാംഗ്ലൂരിലാണെന്നാണ് റിപ്പോർട്ട്. ഒളിവിലുള്ള രാഹുൽ കാറുകൾ മാറി മാറി ഉപയോഗിക്കുന്നതായും കോയമ്പത്തൂർ, പൊള്ളാച്ചി എന്നിവിടങ്ങളിലും താമസിച്ചതായും അന്വേഷണ സംഘത്തിന് വിവരം ലഭിച്ചിട്ടുണ്ട്. സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ജാതിസ്പർദ്ധ പ്രചരിപ്പിക്കുന്നുവെന്ന പരാതിയിൽ യൂട്യൂബർ KM ഷാജഹാന്റെ ഉള്ളൂരിലെ വീട്ടിൽ പോലീസ് പരിശോധന നടത്തി. കോടതിയുടെ സെർച്ച് വാറന്റിന്റെ അടിസ്ഥാനത്തിലാണ് പരിശോധന. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയിൽ ADGPS ശ്രീജിത്തിന് പങ്കുണ്ടെന്നായിരുന്നു ഷാജഹാന്റെ വീഡിയോയുടെ ഉള്ളടക്കം. ഇതിനെതിരെ ശ്രീജിത്ത് നൽകിയ പരാതിയിലാണ് കേസ്. മറ്റ് പ്രധാന സംഭവങ്ങൾ. കാട്ടാക്കട നെട്ടുകാൽത്തേരി തുറന്ന ജയിലിന്റെ ഭൂമി കേന്ദ്ര സ്ഥാപനങ്ങൾക്ക് നൽകാൻ അനുവദിക്കണമെന്ന സംസ്ഥാന സർക്കാരിന്റെ ആവശ്യം സുപ്രീം കോടതി അംഗീകരിച്ചു. ബ്രഹ്മോസ് SSB, ദേശീയ ഫോറൻസിക് സർവകലാശാല എന്നിവയ്ക്കാണ് 257 ഏക്കർ ഭൂമി അനുവദിക്കുക. KSRTCക്ക് ഇന്നലെ നേടാനായത് ചരിത്രത്തിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ പ്രതിദിന ടിക്കറ്റ് വരുമാന നേട്ടം. ടിക്കറ്റിതര വരുമാനമായ 77.9 ലക്ഷം രൂപയുൾപ്പെടെ 10.5 കോടി രൂപയാണ് ഇന്നലെ നേടിയത്. അന്തരിച്ച കൊയിലാണ്ടി MLA കാനത്തിൽ ജമീലയുടെ ഖബറടക്കം ഇന്ന് വൈകിട്ട് 5 മണിക്ക് അത്തോളിക്കുനിയിൽ കടവ് ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ നടക്കും. കാലാവസ്ഥ. കനത്ത മഴയെ തുടർന്ന് ചെന്നൈയിൽ നിന്ന് പുറപ്പെടേണ്ട 12 വിമാന സർവീസുകൾ റദ്ദാക്കി. കൊച്ചി ചെന്നൈ വിമാനവും ഇതിൽ ഉൾപ്പെടുന്നു. ചെന്നൈ ഉൾപ്പെടുന്ന വടക്കൻ തമിഴ്നാട്ടിൽ ഇന്നും മഴ തുടരുമെന്നാണ് അറിയിപ്പ്. ചെന്നൈ, തിരുവള്ളൂർ, കാഞ്ചീപുരം അടക്കം 7 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ട് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. സാമ്പത്തിക വാർത്തകൾ. രാജ്യത്തെ ചരക്ക് സേവന നികുതി വരുമാനം നവംബർ മാസത്തിലും 1.70 ലക്ഷം കോടി രൂപ കടന്നു. 2025 നവംബറിലെ മൊത്തം GST വരുമാനം 1,70,276 കോടിയാണ്. ഇത് കഴിഞ്ഞ വർഷം ഇതേ മാസത്തെ അപേക്ഷിച്ച് 0.7% വർധനവാണ്. ടാറ്റ മോട്ടോഴ്സ് 2025 നവംബറിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചു. മൊത്തം 59,199 യൂണിറ്റുകളാണ് കമ്പനി വിറ്റത്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് കയറ്റുമതിയിൽ 3,164% വർധനവുണ്ടായി. വിനിമയ നിരക്ക്. ഇന്നത്തെ നിരക്കുകൾ. കറൻസി നിരക്ക്. ഇന്ത്യൻ രൂപയിൽ ഡോളർ 89.86, പൗണ്ട് 118.72, യൂറോ 104.36, UAE ദിർഹം 24.40, സൗദി റിയാൽ 23.94, കുവൈത്ത് ദിനാർ 292.67.